أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا وحبيبنا وسندنا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. قال الله تعالى في محكم تنزيله: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وداعيا إلى الله بإذنه وسراجا منيرا. صدق الله العظيم. قال سيدنا وحبيبنا وسندنا محمد صلى الله عليه وسلم: من تمسك بسنتي عند فساد أمتي فله أجر 100 शहीद. जिंदगी इंसान की है मानिंद मुर खुशनबा, शाख पर बैठा कोई दम चहचहाया उठ गया. रब्बि इश्रह ली सदरी वयस्सिर ली अम्री वहलुल उक़दतम मिन लिसानी യഫ്ഖഹു ഖൗലി. അഭിവന്ദരും ആദരണീയരുമായ ഉസ്താദുമാരെ, സ്നേഹനിധികളായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, എൻ്റെ രക്ഷിതാക്കളെ, എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടിയത് മുഴുവനും ഒരു സ്വാലിഹായ സൽക്രമമായി സ്വീകരിക്കുമാറാകട്ടെ. ഇതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും നമ്മെ ബന്ധപ്പെട്ടവരെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പലകോടി വിശ്വാസികളുടെ ഹൃദയ വസന്തമാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ അവദാനങ്ങൾ പറഞ്ഞു തീർക്കുവാൻ ലോകത്ത് ഇന്നേ വരെ ഒരാൾക്കും സാധ്യമായിട്ടില്ല. ഭാഷകൾക്കും ദേശങ്ങൾക്കും തലമുറകൾക്കും അതീതമായി പ്രവാചക പ്രകീർത്തനങ്ങൾ നിലകൊള്ളുന്നു. മനുഷ്യസാഗരം ഭക്തിസാന്ദ്രമായ മനസ്സോടെ തപിക്കുന്ന ഹൃദയത്തോടുകൂടെ ശാന്തികളെ നിലനിർത്തിക്കൊണ്ട് ആ പുണ്യ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യസ്മരണകൾ തലമുറകളിലൂടെ അനന്തകോടി വിശേഷണങ്ങളുടെ അതിബലക്കുറിച്ച് പദ്യങ്ങളായും ഗദ്യങ്ങളായും ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. സംഗീതത്തെ പോലെ ആർദ്രമായ മഴവില്ലിനെ പോലെ വിവിധം വർണ്ണങ്ങൾ വിരിയിച്ച ഇളങ്കാറ്റിനെ പോലെ കുളിര് പകർന്ന ആകാശത്തേക്കാൾ വിശാലമായ ഭൂമിയേക്കാൾ ക്ഷമിച്ച ഒരു വ്യക്തിത്വത്തിലുടമയായിരുന്നു അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടേക്കാണ് നബിതങ്ങൾ കടന്നു വരുന്നത്? 6-ാം നൂറ്റാണ്ടിന്റെ ഘനാന്തകാരത്തിലേക്കാണ് തൗഹീദിന്റെ ധവള പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നത്. എന്താണ് ആ സമുദായത്തിന്റെ അവസ്ഥ?
14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇരുചക്രവാഹനത്തിന്റെ മേൽ പലക വെച്ചടിച്ചു കൊണ്ടുപോകാൻ ബുദ്ധിയില്ലാത്ത കാലഘട്ടത്തിൽ ചെങ്കടൽ തീരങ്ങളിലൂടെ ഇഴഞ്ഞു നടക്കുന്ന ഞണ്ടുകളെ കമ്പി കൊണ്ട് കുത്തിയെടുത്ത് പാതിരാത്രിയിൽ മദ്യം വിളമ്പി കടന്നു പോകുന്ന പെണ്ണിന്റെ പാദസരത്തിന്റെ കിലുക്കത്തിന്റെ താളമേളങ്ങൾ കൊത്ത് നിലാവിന്റെ നിറം നോക്കി പാട്ടുപാടിയിരുന്ന അജ്ഞാന കാലഘട്ടത്തിലെ അറേബ്യൻ സമുദായത്തിലേക്കാണ് കാരുണ്യത്തിന്റെ നിറകുടമേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നത്. എന്നിട്ട് എന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജബൽ ബി ഖുബൈസ് എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഖുറൈശി സമുദായത്തെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവരോട് ചോദിക്കുന്നു, ഓ ഖുറൈശി സമുദായമേ, ഈ പർവ്വതത്തിന്റെ പിന്നിൽ നിന്ന് നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി ആരെങ്കിലും കടന്നു വരുന്നുണ്ടെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്ന് ആദ്യം നബി തങ്ങൾ ചോദിച്ചു. അവര് പറഞ്ഞു, അതേ, ഞങ്ങൾ വിശ്വസിക്കാം. സമസ്ത ലോകർക്കും ഒരുപോലെ വിശ്വാസം പരുത്തി വായുക നിമിത്തമായി വേഗം ലഭിച്ചു അൽ അമീൻ പദവിയും സ്വയം പഠിച്ചു പാലകൻ പല രഹസ്യവും. നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് ആർ ശങ്കരനാരായണൻ പാടുന്ന വരികളാണിത്. ചെറുപ്പത്തിൽ തന്നെ സത്യം പറയുന്ന പ്രവാചകൻ, അൽ അമീൻ എന്ന് എല്ലാവരും വിളിച്ചിരുന്ന പ്രവാചകൻ, നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് ഞങ്ങൾ അംഗീകരിക്കാമെന്ന് അവിടുന്ന് ഖുറൈശി സമുദായം പറയുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന് നിങ്ങളോട് ഞാൻ പറയുന്നു, അല്ലാഹുവല്ലാതെ ഒരു ഇലാഹില്ല, മുഹമ്മദ് അഥവാ ഞാൻ അല്ലാഹുവിന്റെ തിരുദൂതനാണെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ദഅൗതനാ, മുഹമ്മദേ നിനക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, ഇതിലേക്കാണോ നീ ഞങ്ങളെ ക്ഷണിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഹബീബായ നബി തങ്ങളെ തിരിച്ചടിക്കുമ്പോൾ റസൂലുള്ളാഹി അവിടുത്തെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. ആ സമയത്താണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സിറിയയിൽ നിന്ന് കച്ചവടം കഴിഞ്ഞുകൊണ്ട് മക്കയിലേക്ക് ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കുടുംബക്കാരുടെ മുഖത്തൊരു നയനത കണ്ടപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, എന്ത് പറ്റി എന്റെ സമുദായമേ, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്, നിങ്ങളുടെ മുഖത്ത് എന്താണ് ഒരു മ്ലേനത എന്ന് ചോദിക്കുമ്പോ അവര് പറയുന്നു, മക്കയിലെ മുഹമ്മദ് ഇപ്പോൾ കളവ് പറയാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കച്ചവടം കഴിഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. അദ്ദേഹം തന്റെ കച്ചവട ചിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം നബി തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് നബി തങ്ങളോട് ചോദിക്കുന്നു, നബിയേ, നിങ്ങൾ പറയുന്നത് മുഴുവനും ശരിയാണോ? അവിടെ വെച്ചുകൊണ്ട് പറയുന്നു, അതേ ആറ്റിലെ നാം പറയുന്നത് ശരിയാണ്, പിന്നെന്തിനാണ് നീ അവിടെ തന്നെ നിൽക്കുന്നു, കുഫറിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു താൻ നബിക ദുശ്മനോं के साथ उल्फत का सुलूक दोस्ती बन जाते तो दुश्मन आपके अखलाक पर, അവിടുത്തെ ശത്രുക്കളോട് പോലും കാരുണ്യത്തോടു കൂടെയുള്ള പെരുമാറ്റമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ശത്രുക്കളെല്ലാം അവിടുത്തെ സഹപാഠികളായി മാറിയെന്ന് കവി അല്ലാമ ഇഖ്ബാൽ എഴുതി വെക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആരാണ് നബിയുനാ റസൂലുള്ളാഹി, ആരാണ് നബിയുനാ റസൂലുള്ളാഹി? കാരുണ്യത്തിന്റെ നിറകുടമാണ്, ആർദ്രതയുടെ നായകനാണ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് സ്വഹാബത്തിന്റെ ഇടയിലൂടെ കടന്നു പോകുമ്പോൾ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പറവയെ കണ്ടപ്പോൾ, ഓ സ്വഹാബത്തെ, നിങ്ങളിൽ ആരാണ് ആ പറവയുടെ കുഞ്ഞിനെ ആരാണ് എടുത്തതെന്ന് ചോദിച്ചുകൊണ്ട് അതിന്റെ കുഞ്ഞിനെ തിരിച്ചേൽപ്പിക്കാൻ പറഞ്ഞ നബിയുനാ റസൂലുള്ളാഹി. ആ നബി തങ്ങളാണ് ഈ സമുദായത്തിന്, ഈ സമുദായം ആ നബി തങ്ങളുടെ മാതൃകയാണ് പിൻപറ്റേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ആ നബി തങ്ങളെ എന്തിനു വേണ്ടിയാണ് അല്ലാഹു തആല നിയോഗിച്ചതെന്നറിയണോ? വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി വസിറാജം മുനീറാ. അല്ലാഹുവിന്റെ ഉത്തരവ് പ്രകാരം അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടിയാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ കടന്നു വന്നത്. അതുകൊണ്ടാണ് നബി തങ്ങളുടെ സ്വഭാവം പേഴ്സണാലിറ്റി ഈസ് ടു മാൻ വാട്ട് എ പെർഫ്യൂം ഈസ് ടു എ ഫ്ലവർ. ഒരു പുഷ്പത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സുഗന്ധം എന്നുള്ളത് പോലെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വ്യക്തിത്വം എന്ന് പറയുന്നുണ്ട്. ഏതാണ് പറയുന്നത്? വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, വദാഇയൻ ഇലല്ലാഹ്
ഇലല്ലാഹി ബിഇذനി വസിറാജം മുനീറാ. വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. മുഹമ്മദിനിസം എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ ആർബോസ്വർത്തിന്റെ ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം എഴുതി വെക്കുന്നുണ്ട്, എ മിറാക്കിൾ പ്യൂരിറ്റി ഓഫ് സ്റ്റൈൽ ഓഫ് വിസ്ഡം ആൻഡ് ഓഫ് ട്രൂത്ത്. സത്യസന്ധവും സരളമായ ശൈലിയും ഉൾക്കൊണ്ട മഹാവിസ്മയമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, നബി തങ്ങളുടെ ദൗത്യമെന്ന് പറഞ്ഞാൽ അസത്യത്തിൽ നടക്കുന്ന, അധർമ്മത്തിലൂടെ നടക്കുന്ന സമുദായത്തെ നേരിന്റെ നേർധാരയിലേക്ക്, സത്യത്തിന്റെ സത്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ വേണ്ടിയാണ് നബിതങ്ങൾ കടന്നു വന്നത്. എന്നാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആധുനിക സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കണം. ആധുനിക സമുദായത്തിന്റെ അവസ്ഥ എന്താണ്? ഇന്ന് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ നമ്മുടെ വീടുകളിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ അവിടെ പള്ളിയിൽ ഇത്തികാഫിരിക്കുന്നത് പോലെ ടെലിവിഷന്റെ മുമ്പിൽ ഇത്തികാഫിരിക്കുന്ന യുവകോമളന്മാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭപ്പൂവായി നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅതി ശഹീദ്. ഇതാണ് നബി തങ്ങൾ പറയുന്നത്. എന്റെ ഉമ്മത്തിൽ ഫസാദ് വ്യാപകമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടം വരുമ്പോൾ ആരെങ്കിലും എന്റെ സുന്നത്ത് കൊണ്ട് മുറുകെ പിടിച്ചാൽ, എന്താണ് നബി തങ്ങളുടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഖ്വാലുഹു, നബി തങ്ങൾ പറഞ്ഞ വാക്കുകളാണ്. വഅഫാലുഹു, നബി തങ്ങൾ പറഞ്ഞ അവിടുന്ന് ചെയ്തു കാണിച്ചു തന്ന ഫിഅലുകളാണ്. വതഖ്രീറാത്തുഹു, നബി തങ്ങളുടെ മൗനാവലംബമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ആഖിറുൽ സമാനിൽ ആരാണ് മുറുകെ പിടിക്കുന്നത്? ഫലഹു അജ്റു മിഅതി ശഹീദ്, അവർക്കാണ് 100 ശഹീദിന്റെ പ്രതിഫലമുള്ളതെന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഓഫർ ചെയ്യുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, ആ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിപ്പിക്കുന്നു, മൻ അഹബ്ബ സുന്നതി, ആരെങ്കിലും എന്റെ സുന്നത്ത് കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫഖദ് അഹബ്ബനി, അവനാണോ എന്നെ ഇഷ്ടപ്പെട്ടവൻ. മൻ അഹബ്ബനി, ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കാന മഈ ഫിൽ ജന്ന, നാളവൻ എന്റെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ആരംഭപ്പൂവായി നബി തങ്ങൾ പറയുന്നു. ആരാണ് ഈ പറയുന്നത്? സരളാധ്യ ഭാഷകാരണ ഗുരുവോ, ഈ അനുകമ്പയുണ്ടായവൻ, പുരുഷാകൃത പൂണ്ട ദൈവമോ, നരവിദ്യാരി പൂണ്ടപുത്രനോ, പരമേശ്വര പവിത്രപുത്രനോ, കാരുണ്യവാൻ നബി മണിമുത്തുരത്നമോ എന്ന് മലയാളത്തിന്റെ പ്രശസ്തനായ കവിയായി കുമാരനാശാൻ പാടുന്ന നബി തങ്ങളെ കുറിച്ച് ആ കാരുണ്യത്തിന്റെ നിറകുടം പറയുന്നു. ഇന്നേവരെ വഴിയല്ലാത്തൊന്നും സംസാരിച്ചിട്ടില്ല. അങ്ങനത്തെ തിരുദൂതർ ഒരു വാക്ക് പറയുമ്പോൾ ആ വാക്കൊരിക്കലും കളവാവുകയില്ല, അത് സത്യസന്ധമാണ്. നബിതങ്ങൾ പറയുന്നു, മൻ തമസ്സക ബിസുന്നതി, എന്റെ സുന്നത്ത് കൊണ്ട് എന്റെ ഉമ്മത്തിൽ ഫസാദ് വ്യാപകമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആരെങ്കിലും മുറുകെ പിടിക്കുകയാണെങ്കിൽ ഫലഹു അജ്റു മിഅതി ശഹീദ്, അവനിക്ക് 100 ശഹീദിന്റെ പ്രതിഫലമുണ്ട് എന്ന്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ കണ്ട ഒരുപാട് നല്ല സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം പകർത്തണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ എല്ലാവരും മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാകും. ഹബീബിയെന്നും മക്കയിലുള്ള തെരുവീതിയിലൂടെ കടന്നു പോകാറുണ്ടായിരുന്നു. ആ വഴിയിലാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ശത്രുവിന്റെ വീടുള്ളത്. എന്നാലോ നബിതങ്ങൾ കടന്നു പോകുമ്പോൾ റസൂലുള്ളാഹിന്റെ ശരീരത്തിലേക്ക് ഇന്നും ചപ്പുചവർ വാരിടാറുണ്ടായിരുന്നു. എന്നാലും നബിതങ്ങൾ ഒന്നും പറയില്ല. റസൂലുള്ളാഹി തങ്ങൾ നബിതങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല, പുഞ്ചിരി തൂക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഒരു ദിവസം ആ മനുഷ്യനെ കാണാതിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് അദ്ദേഹത്തെ രോഗിയായി കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ രോഗം ഭേദമാവാൻ വേണ്ടി ദുആ ചെയ്തത്. ഉടനെ തന്നെ അദ്ദേഹം പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ റസൂലിന്റെ സന്ദേശം ലോകത്തിന്റെ നാനാദിക്കുകളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ, ആ റസൂലുള്ളാഹി തങ്ങളുടെ ആദർശം നമ്മുടെ ഇടയിൽ നമ്മൾ പകർന്നു കൊടുക്കുവാൻ വേണ്ടി നാം എല്ലാവരും ശ്രമിക്കണം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏതാണ് ഈ യുഗം? ഇന്നസെൻസ് ഓഫ് മുസ്ലിംസ് എന്ന് പറയുന്ന സിനിമയിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും വളരെ നെറികെട്ട രൂപത്തിൽ ചിത്രീകരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമെല്ലാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ ആവേശവും നമ്മുടെ ആദർശവും എല്ലാം നാം പുറം സമുദായക്കാർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം. എന്നാൽ അവരും ഇസ്ലാമിലേക്ക് കടന്നു വരും. അതിനാണ് നാം ശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് തൗഫീഖ് നൽകുമാറാകട്ടെ.